സാധാരണമായി ഓരോ വ്യക്തിയിലും പ്രതിദിനം ഏതാനും ശതമാനം രോമം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ ധാരാളം മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. വളരെയധികം ആളുകളെ, പ്രത്യേകിച്ച് യുവതികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയാണ് മുടികൊഴിച്ചിൽ. ഇത് യുവതികളുടെ മാത്രം പ്രശ്നമല്ല, യുവാക്കളും മുടികൊഴിച്ചിൽ വളരെ ഗൗരവമായി കണക്കിലെടുക്കുന്നുണ്ട്. മാനസികമായ ആകാംക്ഷ മുടികൊഴിച്ചിലിനെ വർദ്ധിപ്പിക്കും എന്നത് ഒരു വസ്തുതയാണ്. ധാരാളം കാരണങ്ങൾ കൊണ്ട് മുടികൊഴിച്ചിലുണ്ടാകാം. സന്നിപാതജ്വരം, നീണ്ടുനിൽക്കുന്ന പനി, മാനസിക ആരോഗ്യങ്ങൾക്ക് വിധേയനാകുക, ചില ശക്തിയേറിയ മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം എന്നീ സാഹചര്യങ്ങളിലും, രക്താതികളായ ധാതുക്കളുടെ ക്ഷയം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിലും ഗർഭാവസ്ഥയിൽ മുടികൊഴിച്ചിലുണ്ടാകാം. സാധാരണമായി ഇത് മാസങ്ങളോളം നീണ്ടുനിൽക്കുകയും ചെയ്യും. എന്നാൽ വളരെക്കാലം കഴിഞ്ഞിട്ടും മുടി കിളിർക്കുവാൻ തുടങ്ങുന്നില്ലെങ്കിലും പുതിയ സ്ഥലങ്ങളിൽ ഇത്തരം വട്ടം വട്ടമായ മുടികൊഴിച്ചിൽ കാണുവാൻ തുടങ്ങുകയും ചെയ്യുന്നെങ്കിൽ തീർച്ചയായും ചികിത്സ ചെയ്യുക തന്നെ വേണം. രോമവളർച്ചയെ സഹായിക്കുന്ന തരത്തിലുള്ള ധാരാളം മരുന്നുകൾ ആയുർവേദത്തിൽ വിവരിക്കുന്നുണ്ട്. താഴെ പറയുന്ന ഔഷധങ്ങൾ ചേർത്ത് പാകപ്പെടുത്തിയ എണ്ണയുടെ ഉപയോഗം ധാരാളം മുടി ഉണ്ടാകുവാൻ സഹായിക്കും. കയ്യോന്നി, പച്ചനെല്ലിക്ക ഇവ 12 ഫലം വീതം വെള്ളം തളിച്ച് ഇടിച്ചു പിഴിഞ്ഞ് 4 ഇടങ്ങഴി നീര് എടുക്കുക. അതിൽ 24 കഴഞ്ച് ഇരട്ടി മധുരം അരച്ചു ചേർത്ത് ഇടങ്ങഴി എണ്ണയും ചേർത്ത് ചെളിപ്പാകത്തിലാക്കി 2 ഇടങ്ങഴി പശുവിൻ പാൽ ചേർത്ത് കാച്ചി മണൽ പാകത്തിലരിക്കുക. പച്ചക്കർപ്പൂരം, അഞ്ജനക്കല്ല് ഇവ 4 പണമിട വീതം പാത്രപ്പാകം ആയി ചേർക്കണം. ഈ എണ്ണ സാധാരണയായി നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ തലയിൽ ഉപയോഗിക്കാവുന്നതാണ്.